ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫോണിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റൊക്കെ കാരണമാണ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിക്ക് ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ചൂടുവെള്ളം ഉണ്ടാക്കാൻ എഴുതിയ കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തിളപ്പിച്ച് വയ്ക്കാൻ കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, തീ പിടിപ്പിക്കാനുള്ള പട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കടലാസ് കുട്ടികൾ കളിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കടലാസുകളൊക്കെ എടുത്തിട്ട് കത്തിക്കാൻ കേട്ടോ. അങ്ങനെ അകം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി തുടയ്ക്കാനാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, തുടച്ചിടണം. പിന്നെ മുറ്റൊക്കെ രാവിലെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. രാവിലെ അല്ല, ഇതിന് മുന്നേ രാവിലെ നേരത്തെ അല്ല കേട്ടോ, ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോൾ മുറ്റം അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് കഞ്ഞിയല്ല, മരുന്ന് കഞ്ഞിയാണ് കേട്ടോ. മരുന്നുകളൊക്കെ ഇട്ടിട്ടുള്ള കർക്കിടകത്തിൽ കുടിക്കുന്ന ആ ഒരു കഞ്ഞിയാണ്. അപ്പോൾ ആ കർക്കിടകത്തിൻ്റെ ആ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടാകുന്നത് വീട്ടിലേക്ക്. അന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അമ്പലത്തിൽ നിന്ന് കൊടുന്നതായിരുന്നു കേട്ടോ, അവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് വീട്ടിലേക്ക് കൊടുന്നതാണ്. അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അങ്കലവാടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിന്നിട്ടുണ്ടാകുന്നത്. പിന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടനില്ല, വേറെ വണ്ടി വിളിച്ച് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം, ഏട്ടൻ വേറെ വണ്ടി വിടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും അങ്കലവാടിയുടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കലവാടിയുടെ അവിടെ ഉണ്ടായിട്ടുള്ള റോസാപ്പൂവും പിന്നെ മൈലാഞ്ചിയുടെ ചെടിയും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ വന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല വെയിലും അത്യാവശ്യം കാറ്റൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഏട്ടൻ്റെ കുട്ടി ആണ് കേട്ടോ, അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ ആൾക്ക് ഉറക്കമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 1 മണി സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ആ കഞ്ഞിയൊക്കെ കുടിച്ചതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളത് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ കുറച്ച് നേരം അവളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിന്നു. പിന്നെ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് എടുത്തിമ്മ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇത് വടുവപ്പുളി അച്ചാറാണ് കേട്ടോ. പിന്നെ ഇത് നാരങ്ങ അച്ചാറാണ്, ഇത് വാങ്ങിച്ചതാണ്. പിന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു, ഉള്ളിത്തൈര് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ സാമ്പാറൊന്നും ഞാൻ എടുത്തില്ല. എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയും എല്ലാം കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്നു. പനുമോളും പൊന്നൊക്കെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ
മേലെയുള്ള കുറച്ച് വീടുകളിൽ കൂടെയൊക്കെ പോയി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീടുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീട്ടിൽ ഉള്ള ചെടികളാണ് കേട്ടോ. മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കേട്ടോ ആദ്യം ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഇപ്പുറത്തേക്കും ഈ ഒരു സൈഡിലായിട്ട് ബുഷാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ടും കൂടെ ചെടികൾ ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടെ. അങ്ങനെ മേൽക്കൂടെയൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗത്തൊരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. ചെറിയൊരു ചാലെന്നൊക്കെ പറയാം. അപ്പോൾ ഒരു തോട്ടിലിങ്ങനെ മഴക്കാലമായ വെള്ളം വരും കേട്ടോ. അപ്പം അലക്കാനൊക്കെ പറ്റും. നല്ലോണം വെള്ളം വരുന്ന സമയത്തൊക്കെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തോട്ടിക്ക് പോകാമെന്ന് കുറേ നേരമായിട്ടോ പറയുന്നു. അപ്പോൾ പിന്നെ അവരെയും കൊണ്ട് ബാക്കത്തെ ആ തോട്ടിലേക്ക് പോയിട്ടോ. ഞാനും ഇടത്തേമ്മ ഉണ്ടായിരുന്നു, പിന്നെ അനിയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ട് ബാക്കിലാണ് കേട്ടോ. ഇത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ കണ്ടതാണ് കേട്ടോ. ആദ്യം ഇവിടെ ഇങ്ങനെ റോഡൊന്നും ഇങ്ങനെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പടുത്തായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ വൈകുന്നേര സമയം ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തപ്പോൾ കുറച്ചും കൂടി വീതി കൂടിപ്പോയ പോലെയൊക്കെ തോന്നും കേട്ടോ. കണ്ട. അപ്പോൾ ഇത് ചീരയാണ് കേട്ടോ. ഇത് ഈ ഒരു ചീര ഉപ്പേരി വെക്കുന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കളറുള്ള ചീര ഇത് ഞങ്ങളൊക്കെ ഓണത്തിനൊക്കെ അരിഞ്ഞിടാൻ ആണ്, പൂവൊക്കെ ഇടുന്ന ആ സമയത്ത് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ കണ്ടു, ഈ ഒരു ചീര ഉപ്പേരിക്കൊക്കെ നല്ലതാണ് എന്നൊക്കെ. അപ്പോൾ അത് ആ ഒരു സൈഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞൊരു തോട് കേട്ടോ, ചെറിയൊരു തോട്. അതിനും പൊന്നൊക്കെ കുറച്ച് മുന്നേയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്ന് വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ എനിക്ക് സ്വൈരം തരുന്നില്ല കേട്ടോ, അങ്ങോട്ട് വെള്ളത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ. ഇതിൽ നല്ലോണം വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അധികം മഴയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു മതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ മഷിത്തണ്ടും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുട്ടീനെയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി, അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും പൊന്നും ഇതാ മേലെന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടി ഇതാണ്ടോ വെള്ളത്തിൽ കളിക്കുന്നത്, അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി, ചായയൊക്കെ കുടിച്ചു കേട്ടോ. അമ്മ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാൽ പറഞ്ഞ ചായയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് അനുമോള് തിന്നണ ഐസ്ക്രീം ഏട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഏട്ടൻ റോട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് അനിയനാണ് കേട്ടോ. പിന്നെ അച്ഛൻ അതവിടെ കൊലായിൽ ഇന്ന് TV ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണുണ്ടാവും പിന്നെ അവിടുന്ന് പോന്നേ. അങ്ങനെ പിന്നെ പൊന്നൂനൊരു ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോന്നത്. അപ്പോൾ പൊന്നൂന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. അവൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിലേക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ ചെരുപ്പ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ള ചെരുപ്പാണ് കേട്ടോ അവന് വേണ്ടിയിട്ട് വാങ്ങിയത്. അവന് ഈ ഒരു ചെരുപ്പ് മതി എന്നും പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കറക്റ്റ് സൈസിന് തന്നെ ഉള്ളത് കിട്ടി. പിന്നെ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാഗ് വാങ്ങിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്